കുഞ്ഞു സെലിബ്രിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. ആ അതെ, എങ്ങനെയാ അതിലേക്ക് വന്നത്? ഏട്ടന്റെ ബർത്ത്ഡേക്ക് കുട്ടി ഒരു കേക്ക് കൊടുത്തു. ആ കേക്ക് കൊടുത്ത് ഞാൻ വെറുതെ ഒന്ന് എടുത്തിട്ടതാണ്. അത് അണ്ട് കയറി ക്ലിക്കായി പോയി. പിന്നെ ഒരു ഓണത്തിന് അമ്മയ്ക്ക് എന്താ മുണ്ട് കൊടുത്തോ, അതും അങ്ങനെ വൈറലായി പോയി. പിന്നെ എൻ്റെ പിറന്നാളിന് ഏട്ടൻ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നു. അപ്പം അതും കയറി വൈറലായി. അപ്പോൾ ഏകദേശം ഒക്കെ നല്ല വൈറലാണ്. ഈ നാട്ടുകാരൊക്കെ അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പം നാട്ടുകാരൊക്കെ അംഗീകരിക്കുന്ന അവസ്ഥയാണ്. അല്ല, ഇങ്ങനെ ഒരു പരിമിതിയുള്ള ആൾക്കാരൊക്കെ സാധാരണ രീതിയിൽ അംഗീകരിക്കില്ല. പക്ഷെ ഇൻസ്റ്റയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടുതൽ പേര് ശ്രദ്ധിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല. എന്താ ഇൻസ്റ്റയിൽ തന്നെ ഏകദേശം ഒരു 100ഓളം മെസ്സേജുകൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ കുറവാണ്, പക്ഷെ ഒരു മാസം മുന്നേ ഒക്കെ നല്ല മെസ്സേജ് ഉണ്ടായിരുന്നു. എവിടെയാണ് വീട് വെച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ കാണാൻ വരാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഫോൺ നമ്പർ തന്നിട്ടുണ്ട്, വരുമ്പോൾ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സ്വന്തമായിട്ടാണോ ചെയ്യണേ? ചില വീഡിയോസ് സ്വന്തമായിട്ട് ചെയ്യും. പിന്നെ ഏതെങ്കിലുമൊക്കെ എന്നോട് എടുക്കാൻ പറയും, അല്ലെങ്കിൽ എന്താ വൈഫും ഡോൾ എടുത്തു കൊടുക്കും. എഡിറ്റും കാര്യങ്ങളൊക്കെ ഓൻ ചെയ്യും. സ്വന്തമായിട്ട് ചെയ്യും. നമ്മള് വിജയിക്കാട്ടിലും ഭയങ്കര ബുദ്ധിക്ക് ഭയങ്കര പവറാണ്. എന്റെ അടുത്ത് ആപ്പിലെ പുതിയൊരു ഓപ്ഷൻ എന്റെ അടുത്ത് ചോദിച്ചു. എനിക്കറിയില്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത്. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഫോൺ കൊടുക്കുകയാണ് ചെയ്തത്. എനിക്കും അറിയാത്തോണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ, ഇനി വേറെ ആരെങ്കിലും വന്നാൽ നമുക്ക് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിനെ മാറ്റി വെച്ചതാണ്. അപ്പൊ ഫോണിലെല്ലാം കുത്തിയിരുന്ന് കണ്ടുപിടിക്കും അല്ലേ? എല്ലാം കണ്ടുപിടിക്കും. നമുക്ക് മെയിൻ പരിപാടി എന്താ ചെസ് കളിക്കുക. ഒരുപാട് ചെസ് കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ചെസ് കോമ്പറ്റീഷൻസിന് പോവാറുണ്ട്. ഇവിടെ അടുത്ത് എന്താ യൂണിവേഴ്സിറ്റി വെച്ചാണ്ട് ഒരു കേരളത്തിൽ ഒട്ടാകുള്ള ഒരു എന്താ ചെസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തുന്നു. അതിന് ഒന്നും കിട്ടിയിട്ടില്ല, എന്നാലും ജൂറി പുരസ്കാരമായിട്ട് കിട്ടിയിട്ടുണ്ട്. കേരളോത്സവത്തിൽ പഞ്ചായത്തിൽ 3rd കിട്ടി. അങ്ങനെ അവിടുത്തെ ജഡ്ജസ് ആണ് പറഞ്ഞത് അവിടെ പോയാല് ഓനക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ കഴിയുന്നതാണ്. അപ്പൊ അങ്ങനെ ഞാൻ പരമാവധി ഞാൻ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്ക് ഈ കുഞ്ഞു കടകളിലൊക്കെ ഉദ്ഘാടനത്തിന് പോകുന്ന രീതിയിലൊക്കെ കേട്ടു. അതെങ്ങനെയാ? അതുപോലെ നമ്മൾ ജയിപ്പിക്കാം. അതുപോലെ നമ്മൾ ജയിപ്പിക്കാം. നമ്മൾ ലൈക്ക് കേട്ടോ. പബ്ലിസിറ്റി അങ്ങനെ ചെയ്താണ്. കൊണ്ടോട്ടി എന്താ ലോട്ടറി കച്ചവടമാണ്, നടന്നു വിറ്റാണ്. അപ്പം അവിടെ ആയിക്കൂടെ ഒക്കെ പോകുമ്പോൾ ഓരോ ഏട്ടന്മാരെ വിളിച്ചാണ്ട് ഓനോട് ഈ കടയിൽ നിന്ന് ഓരോ സാധനങ്ങൾ മേടിക്കണ രീതിയൊക്കെ പറഞ്ഞാണ്ട് ആ വീഡിയോ എടുത്താണ്ട് ഓന്റെ ഇതിൽ തന്നെ ഇടുക. അപ്പൊ അതിനൊരു പോപ്പുലാരിറ്റി കിട്ടും. അതെ, എങ്കിലും ഒരു നാട്ടുകാരുടെ ഒരു അംഗീകാരം ഉണ്ടല്ലേ? അംഗീകാരമുണ്ട്. ഇവിടെ എന്താ അതിലൊരു കമന്റ് ഉണ്ടായിരുന്നു, ഇത് കൊണ്ടോട്ടിയുടെ അഹങ്കാരം എന്ന് പറഞ്ഞത്.